ആണ്ടുവട്ടം രണ്ടാം ഞായർ. യുവത്വത്തിൻ്റെ നല്ല നാളുകളിൽ യോഹന്നാൻ നാട് വിട്ടു പോകുന്നു. സംസ്കാര സമ്പന്നമായ നാട് ഉപേക്ഷിച്ച് മരുഭൂമിയിൽ ഒറ്റയ്ക്കുള്ള താമസം. ഉടുക്കുവാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം, അരയിൽ തോൽപ്പട്ട, ഭക്ഷണം വെട്ടുകിളിയും കാട്ടുതേനും, ആരും ഇഷ്ടപ്പെടാത്ത വേഷവും ജീവിതക്രമവും. ഇപ്രകാരമുള്ള ഒരു മനുഷ്യന് ആരെയാണ് ആകർഷിക്കുവാൻ കഴിയുന്നത്? എന്നാൽ പ്രാർത്ഥനയും ഉപവാസവും ആഴപ്പെട്ടപ്പോൾ, സ്വന്തം മാതാവിൻ്റെ ഉദരത്തിലായിരുന്നപ്പോൾ ലഭിച്ച ആത്മാവിൻ്റെ സ്പർശനം ഒരു ജ്വാലയായി കത്തിപ്പടരുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരം കേൾക്കുവാൻ വലിയ ജനക്കൂട്ടം പിന്നീട് എത്തുകയാണ്. വിലയില്ലായിരുന്ന മരുഭൂമിയിലെ മനുഷ്യൻ്റെ മുമ്പിൽ വിലയുള്ളവരായി കരുതിയിരുന്നവർ വന്ന് കുമ്പിട്ട് സ്നാനം സ്വീകരിക്കുന്നു. മരുഭൂമിയിൽ വിലയില്ലായിരുന്ന ഈ മനുഷ്യൻ്റെ ജീവിത രഹസ്യം എന്താണ്? ദാരിദ്ര്യവ്രതമെടുത്ത് ഭിക്ഷാപാത്രവുമായി ഭിക്ഷാടനം നടന്നിരുന്ന ഫ്രാൻസിസിനെ കണ്ടപ്പോൾ ധനവാനായ പിതാവ് ബെർണാഡ് കോപിഷ്ഠനായി. എന്നാൽ ഈ മകൻ 20 വർഷം കഴിഞ്ഞ് മരിക്കുമ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലായി ഫ്രാൻസിസ് അസീസിയുടെ പാത തിരഞ്ഞെടുത്തവരുടെ എണ്ണം 5000 തിരുവചനം: സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 25-ാം തിരുവചനം.